ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലെ 4ാമത്തെ ലെസണിലേക്ക് വന്നിട്ടുണ്ട്. എന്താണ് ടോപ്പിക്ക്? മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം അതിൻ്റെ ഡെഫിനിഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം അനാലിസിസ് അനലൈസസ് ദ സെയിം മാർക്കറ്റ് ത്രൂ ഡിഫറൻറ്റ് ചാർട്ട് ടൈം ഫ്രെയിംസ് ടു ഐഡൻറ്റിഫൈ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ ഡിഫറൻറ്റ് ചാർട്ട് ടൈമിലൂടെ നമ്മൾ ഒരു സ്റ്റോക്കിനെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരേ സ്റ്റോക്കിനെ തന്നെ പല ടൈം ഫ്രെയിമിൽ അനാലിസിസ് ചെയ്തിട്ട് നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുവാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഇവിടെ എത്രയാണ് ടൈം ഫ്രെയിം? ഈ ഒരു മുകളിലാണ് ടൈം ഫ്രെയിം എന്ന് പറഞ്ഞത് കാണുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടൈം ഫ്രെയിം ആഡ് ചെയ്യുന്നത് ഇനി മുമ്പോട്ട് പോകുമ്പോഴത്തേനും നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പം ഇവിടെ 5 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് രാവിലെ 9, 10, 11, 12, 2, അടുത്ത ദിവസം വീണ്ടും 9, 10, 11, 12, 2, 3, 3:30. അപ്പം ഇതെന്താണ്? ഏകദേശം 2 ദിവസത്തെ ഒരു ചാർട്ടാണ്. ഈ ഒരു 2 ദിവസത്തെ ചാർട്ടിൽ ഈ ഒരു സ്റ്റോക്കിന് TVS മോട്ടോർ എന്ന് പറഞ്ഞ സ്റ്റോക്കിൽ എന്താണ് സംഭവിച്ചത്? സ്റ്റോക്ക് കുറച്ച് ഡൗൺ ട്രെൻഡിലായിരുന്നു, പിന്നെ ഒരു കൺസോൾട്ടേഷൻ വന്നു, വീണ്ടും ഡൗൺ ട്രെൻഡ്, വീണ്ടും അപ്പ് ട്രെൻഡ്, വീണ്ടും ഡൗൺ ട്രെൻഡ്. അപ്പോൾ നമുക്കിവിടെ എത്ര ട്രെൻഡ് കിട്ടി? അപ്പ്, ഡൗൺ, കൺസോൾട്ടേഷൻ, അപ്പ്, ഡൗൺ. അപ്പോൾ ഇത്രയും ട്രെൻഡ്സ് കിട്ടി. ബട്ട് നമ്മൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമിലല്ല ഒരിക്കലും ഒരു സ്റ്റോക്കിനെ അനാലിസ് ചെയ്യുന്നത്. നമ്മൾ ഒരു ദിവസം തന്നെ എൻട്രി ഈ ഒരു റീജിയനിൽ എടുത്തിട്ട് ഒരു 2-3 മണിക്കൂറിൻ്റെ ഒരു അപ്പ് ട്രെൻഡിലല്ല നമ്മളിവിടെ എക്സിറ്റ് ആകുന്ന സ്റ്റോക്കിൽ നിന്ന്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് പെടുന്ന ചെറിയ ചെറിയ ട്രെൻഡ്സാണ് ഈ കാണുന്നത്. ഈ ഒരു വലിയ സ്റ്റോക്കിൻ്റെ TVS മോട്ടോർ എന്ന ഒരു സ്റ്റോക്കിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ചെറിയ ചെറിയ ട്രെൻഡ്സാണ് ഈ ഒരു 5 മിനിറ്റിലൊക്കെ കാണുന്നത്. ഓക്കെ, അപ്പം ടൈം ഫ്രെയിമിനനുസരിച്ച് ട്രെൻഡിൻ്റെ എണ്ണത്തിലും അതുപോലെ തന്നെ ട്രെൻഡിൻ്റെ വലിപ്പത്തിലും ഒക്കെ മാറ്റങ്ങൾ വരും. മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യുന്നില്ല. ഇത് ഇൻട്രാഡേ ഒക്കെ ചെയ്യുന്നവർ, അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ട്രേഡ് ചെയ്യുന്നവർ, ഡെയിലിയിൽ ട്രേഡ് ചെയ്യുന്നവരാണ് ഈ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് ക്യാൻഡിൽ സ്റ്റിക്ക് ഈ ചാർട്ട് ഓപ്പൺ ആക്കി ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കുന്നില്ല. ഇനി നമ്മൾ എന്താണ് ഇവിടെ TVS മോട്ടറിൻ്റെ തന്നെ ഡെയിലി ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്, TVS മോട്ടറിൻ്റെ തന്നെ വീക്ക്ലി ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്, TVS മോട്ടേഴ്സിൻ്റെ തന്നെ മന്ത്ലി ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമ്മൾ ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മന്ത്ലിയിലാണ് നോക്കുന്നതെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും 2005 തൊട്ട് 2010, 15 വരെ ഈ ഒരു സ്റ്റോക്ക് ഏകദേശം ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. അതിനുശേഷം ഈ ഒരു സ്റ്റോക്ക് പതുക്കെ ഒരു അപ്പ് ട്രെൻഡിലേക്ക് മൂവ് ചെയ്തു, പിന്നെ ഒരു ഡൗൺ ട്രെൻഡ്, വീണ്ടും അപ്പ് ട്രെൻഡ്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷനിൽ ഈ ഒരു സ്റ്റോക്ക് എന്താണ്? ഒരു അപ്പ് ട്രെൻഡിലാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൈമറി ട്രെൻഡ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോക്ക് ഇപ്പോഴത്തെ നിലവിലത്തെ സിറ്റുവേഷനിൽ സ്റ്റോക്ക് ഹയ്യർ ഹൈയും ഹയ്യർ ലോയും ഹയ്യർ ഹൈയും ഹയ്യർ ലോയും ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് എന്താണ്? ഈ ഒരു സ്റ്റോക്ക് പ്രൈമറി ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്താണ്? അപ്പ് ട്രെൻഡാണ്. ഓക്കെ, അപ്പം അവിടെ എന്താണ് ടൈം ഫ്രെയിം ഇട്ടിരിക്കുന്നത്? നമ്മളിവിടെ മന്ത്ലി എന്ന ടൈം ഫ്രെയിമാണ് ഇട്ടിരിക്കുന്നത്. ഏറ്റവും വലിയ ടൈം ഫ്രെയിമാണ്. നമ്മൾ സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി ചാർട്ട് ഓപ്പൺ ആക്കി കഴിയുമ്പോഴത്തേനും ടൈം ഫ്രെയിംസ് കിട്ടും. അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ടൈം ഫ്രെയിമാണ് ഇട്ടിരിക്കുന്നത് മന്ത്ലിയിൽ. അപ്പോൾ മന്ത്ലിയിൽ നമുക്ക് 2005 തൊട്ട് 2023 വരെയുള്ള ചാർട്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമുക്കൊരു കൺസോൾട്ടേഷനും ഒരു അപ്പ് ട്രെൻഡും ഒരു ഡൗൺ ട്രെൻഡും ഒരു അപ്പ് ട്രെൻഡും ഇത്രയും ട്രെൻഡ് മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, അതിനെയാണ് നമ്മൾ പ്രൈമറി ട്രെൻഡ് എന്ന് പറയുന്നത്. നമ്മൾ പ്രൈമറി ട്രെൻഡിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ വീക്ക്ലിയിലോട്ടാണ് വരുന്നതെങ്കിൽ ആദ്യമേ നമ്മൾ പ്രൈമറി ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യണം, അത് അപ്പ് ട്രെൻഡിലായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ വീക്ക്ലിയിലോട്ട് വരുമ്പോൾ എന്താണ്? നമ്മളൊരു 2017 തൊട്ടുള്ള ചാർട്ട് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നമുക്ക് കണ്ടോ, 2018 തൊട്ട് 2020 വരെ ആ ഒരു സ്റ്റോക്ക് ഡൗൺ ട്രെൻഡിലായിരുന്നു. അതിനുശേഷം പതുക്കെ ഇത് അപ്പ് ട്രെൻഡിലേക്ക് വരുന്നത് പോലെ തോന്നി. അതുപോലെ തന്നെ നല്ലൊരു ഈ ഒരു റീജിയനിൽ ഒരു കൺസോൾട്ടേഷനാണ് നടന്നത് 2021, 22 കാലയളവിൽ. അപ്പം 2022 കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒരു ഹൈ ഒക്കെ കട്ട് ചെയ്ത് അത് മുകളിലേക്ക് കയറാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ഇത് അപ്പ് ട്രെൻഡിലേക്ക് വരാൻ തുടങ്ങി. ഇത് വീണ്ടും അപ്പ് ട്രെൻഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു അപ്പ് ട്രെൻഡിൻ്റെ ഈ ഒരു മൊമെൻറ്റങ്ങളാണ് നമ്മൾ ക്യാപ്ചർ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള സ്വിങ്സ് ആണ് ക്യാപ്ചർ ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെയുള്ള സ്വിങ്സ് ആണ് ക്യാപ്ചർ ചെയ്യേണ്ടത്. അപ്പം ഇവിടെ നമ്മൾ ലോങ് വ്യൂവിൽ മന്ത്ലി വ്യൂവിൽ എന്താണ്? പ്രൈമറി ട്രെൻഡ് എന്താണ്? ഇപ്പോഴത്തെ നിലവിലത്തെ സിനാരിയോയിൽ അപ്പ് ട്രെൻഡാണ്. അപ്പോൾ വീക്ക്ലിയിൽ നമുക്ക് ഒരു
കൺസോൾട്ടേഷനൊക്കെ ശേഷം വീണ്ടും അപ് ട്രെൻഡിലേക്ക് പോകുന്ന സിറ്റുവേഷനിൽ ആണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സ്വിങ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പ്രൈമറി ട്രെൻഡ് അപ് ട്രെൻഡ് ആയിരിക്കും, നമുക്ക് വീക്ക്ലിയിൽ നമുക്ക് അപ് ട്രെൻഡ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഡെയിലിയിലും കൂടെ പോയി നല്ല എൻട്രി പ്ലേസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് പ്രൈമറി ട്രെൻഡും സെക്കൻഡറി ട്രെൻഡും ഇപ്പോൾ വീക്ക്ലിയിൽ നമുക്ക് എന്താണ് പ്രൈമറിയോട് ചേർന്ന് നിൽക്കുന്ന ട്രെൻഡാണ്. നമുക്ക് പ്രൈമറിയിൽ നമ്മൾ അപ് ട്രെൻഡാണ്, അതുപോലെ തന്നെ വീക്ക്ലിയിൽ നമുക്ക് അപ് ട്രെൻഡിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നതെങ്കിൽ നമുക്കവിടെ പ്രോബബിലിറ്റി ഇൻക്രീസ് ആവുകയാണ്. നമുക്ക് വീണ്ടും അത് അപ് ട്രെൻഡ് കണ്ടിന്യൂവേഷന് കിട്ടാനുള്ള സാധ്യതകൾ കൂടുകയാണ്. കാരണം എന്താണ്, വലിയ ട്രെൻഡ് അപ് ട്രെൻഡാണ്, അതിൻ്റെ അകത്ത് വരുന്ന സെക്കൻഡറി ട്രെൻഡ് ഡൗൺ ട്രെൻഡും സൈഡ് വേസും അപ് ട്രെൻഡും ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ അപ് ട്രെൻഡിലേക്ക് വരുന്ന സമയത്താണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ഓക്കെ, അപ്പം ഒരു വീക്ക്ലിയിൽ നമ്മൾ അപ് ട്രെൻഡിലേക്ക് വരുന്ന സമയത്താണ് എൻട്രി എടുക്കുന്നത്. അത് വീക്ക്ലിയിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ള ചാർട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് എൻട്രി എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡെയിലിയിലേക്ക് പോയിട്ട് നല്ല എൻട്രീസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഡെയിലിയിൽ നമ്മൾ ഈ ഒരു റീജിയനിൽ അപ് ട്രെൻഡാണ്, ഡൗൺ ട്രെൻഡാണ്, വീണ്ടും അപ് ട്രെൻഡാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഈ ഒരു അപ് ട്രെൻഡിലേക്ക് വരുന്ന സിറ്റുവേഷനിൽ എൻട്രി എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഡെയിലിയിൽ നമുക്ക് പോയി ഒരു എൻട്രി എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകുന്നത്. വീക്കിലിയിലും എൻട്രി എടുക്കാം. ഓക്കെ, അപ്പം ഒന്നുകിൽ വീക്കിലിയിൽ എൻട്രി എടുക്കാം സെക്കൻഡറി ട്രെൻഡ് അപ് ട്രെൻഡ് ആകുന്ന സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ നമ്മൾ ഡെയിലിയിലേക്ക് പോയിട്ട് ആ ഒരു എൻട്രി കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൾട്ടി ടൈം ഫ്രെയിമിൻ്റെ അനാലിസിസിൻ്റെ ആവശ്യകത. എന്താണ്, പല ടൈം ഫ്രെയിമിൽ നമ്മൾ ചാർട്ട് അനാലിസിസ് ചെയ്ത് ഒരേ സ്റ്റോക്കിൻ്റെ തന്നെ പ്രൈമറി ട്രെൻഡും സെക്കൻഡറി ട്രെൻഡും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് പ്രൈമറി ട്രെൻഡും അപ് ട്രെൻഡാണ്, സെക്കൻഡറി ട്രെൻഡും അപ് ട്രെൻഡ് ആകുന്ന സിറ്റുവേഷനിൽ നമ്മളൊരു നല്ല എൻട്രി പോയിൻറ്റ് കണ്ടെത്താൻ പോവുകയാണ്. അപ്പം നമുക്ക് നല്ല ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് ഉപയോഗിച്ച് കണ്ടെത്താൻ നോക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഐഡൻറ്റിഫൈ പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രെൻഡ്. അപ്പോൾ നമ്മൾ ഒരു ചാർട്ടിൽ പോയി നമ്മൾ കൂടുതലായിട്ടുള്ള എക്സാമ്പിൾസ് നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ VBL എന്ന സ്റ്റോക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഇതെങ്ങനെയാണ് നമ്മൾ ഒരു സ്റ്റോക്ക് ബ്രോക്കറിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കിയതിന് ശേഷം ടൈം ഫ്രെയിം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ടൈം ഫ്രെയിം നമ്മൾ ചാർട്ട് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണാം. അതിപ്പം അപ് സ്റ്റോക്സ് ആണെങ്കിലും ഏത് സ്റ്റോക്ക് ബ്രോക്കർ ആണെങ്കിലും നമുക്ക് ഇവിടെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് അല്ലെങ്കിൽ 1 അവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും കിടക്കുന്നത്. ചിലപ്പോൾ അത് ഡെയിലിയിൽ അല്ലെങ്കിൽ വീക്കിലിയിൽ മന്ത്ലിയിലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു 5 മിനിറ്റിൻ്റെ ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇതിപ്പോൾ കണ്ടോ, ഇത് 11-ാം തീയതിയാണ്, ഓഗസ്റ്റ് 11-ാം തീയതിയിലത്തെ ഒരു ചാർട്ടൊക്കെ ആയിരിക്കും ഓപ്പൺ ആകുന്നത്. വളരെ ഒരു ദിവസത്തേക്ക് ഒരു ചാർട്ടായിരിക്കും ഓപ്പൺ ആക്കുന്നത്. ബട്ട് നമുക്കെന്താണ്, ഈ ഒരു ദിവസത്തെ ചാർട്ടല്ല ഓപ്പൺ ആക്കി നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈം ഫ്രെയിമിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ഇതേലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് താഴോട്ട് ഇതുണ്ടോ, 4 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിം ഉണ്ട്, 5 മിനിറ്റിൻ്റെ ഉണ്ട്, 10 മിനിറ്റിൻ്റെ ഉണ്ട്, 15 ഉണ്ട്, 30 ഉണ്ട്, 1 അവർ ഉണ്ട്, 2 അവർ ഉണ്ട്, 3 അവർ ഉണ്ട്. നമ്മൾ താഴോട്ട് പോകുമ്പോഴത്തേനും നമുക്ക് ഡെയിലി ഉണ്ട്, വീക്കിലി ഉണ്ട്, മന്ത്ലി. അപ്പോൾ ഇവിടെ മന്ത്ലിയാണ് ഏറ്റവും വലിയ ടൈം ഫ്രെയിം. അപ്പോൾ നമ്മൾ ആദ്യമേ മന്ത്ലിയാണ് ഓപ്പൺ ആക്കേണ്ടത്. അപ്പോൾ മന്ത്ലി ഓപ്പൺ ആകുമ്പോൾ നമുക്ക് പ്രൈമറി ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് ഉപയോഗിച്ചിട്ട് ആദ്യം തന്നെ പ്രൈമറി ട്രെൻഡാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അതിനുശേഷം വീക്കിലിലേക്ക് വന്നിട്ട് അവിടെ അതിൻ്റെ അകത്ത് ഏതാണ് ട്രെൻഡ് നടക്കുന്നത്, സെക്കൻഡറി ട്രെൻഡ് എന്താണ്, അതിനുശേഷം ഡെയിലിയിലേക്ക് വന്നിട്ട് നമുക്കൊരു എൻട്രി എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. നമുക്ക് വീക്കിലിയിലാണെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലും എൻട്രി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമേ മന്ത്ലിയിലേക്ക് പോകണം, അതിനുശേഷം വീക്കിലിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഞാനിത് മന്ത്ലിയിലേക്ക് സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ഇത് കണ്ടോ, ഇവിടെ മന്ത്ലി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ മന്ത്ലി എന്ന് പറഞ്ഞ് നമ്മൾ ചാർട്ട് ഓപ്പൺ ആയി വരുന്നുണ്ട് കണ്ടോ. ഇപ്പോൾ വലിയൊരു ചാർട്ട് 2017 തൊട്ടുള്ള ഒരു ചാർട്ട് ഇപ്പോൾ VBL എന്ന വരുൺ ബിവറേജസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൻ്റെ 2017 തൊട്ടുള്ള ചാർട്ട് ഓപ്പൺ ആയി. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്, സ്റ്റോക്ക് ക്ലിയറായിട്ട് അപ് ട്രെൻഡിലാണ്. നമുക്കൊരു സിംഗിൾ ട്രെൻഡാണ് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്, അപ് ട്രെൻഡാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് പോയിട്ട് ഇവിടെ നമ്മൾ അപ് ട്രെൻഡ് എന്ന് എന്താണ് പറഞ്ഞത്, ഹയ്യർ ഹൈ, ഹയ്യർ ഹൈ, ഹയ്യർ ലോ, 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 ഹയ്യർ ഹൈ, ഹയ്യർ ലോ. അപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് പോവാണ്. ഹൈസ് കട്ട് ചെയ്ത് ഹൈസ് കട്ട് ചെയ്ത് ഹൈസ് കട്ട് ചെയ്ത് ഹൈസ് കട്ട് ചെയ്ത് മുകളിലേക്ക് പോവാണ്. ഒരിക്കലും ലോ കട്ട് ചെയ്യുന്നില്ല കണ്ടോ. അതുകൊണ്ടാണ് ഇവിടെ അപ് ട്രെൻഡ് എന്ന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞത്. ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു ലോ ഒരിക്കലും കട്ട് ചെയ്യുന്നില്ല ഇങ്ങനെ വന്നിട്ട്. ഓക്കെ, അതിനുശേഷം ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നേ ഇല്ല. അതുകൊണ്ട് ഇത് ക്ലിയർ ആയിട്ട് അപ് ട്രെൻഡ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൈമറി ട്രെൻഡ് എന്താണ്, മന്ത്ലിയിൽ വലിയ ടൈം ഫ്രെയിമിൽ എന്താണ്, അപ് ട്രെൻഡാണ്. ഇനി നമുക്ക് വീക്കിലിലേക്ക് പോയി നോക്കാം.
അപ്പോൾ ഞാൻ ആ മന്ത്ലി എന്ന ചാർട്ട് ഒന്ന് സ്വിച്ച് ചെയ്ത് വീക്കിലിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ട്രെൻഡ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2022 തൊട്ട് 2023 വരെ ഈ ഒരു സ്റ്റോക്ക് അപ് ട്രെൻഡിലായിരുന്നു. ഓക്കെ, ഇവിടം വരെ. അതിനുശേഷം ഈ ഒരു 2022 ലാസ്റ്റ് തൊട്ട് 2023 ഒരു മാർച്ച് ഏപ്രിൽ വരെ ഈ ഒരു റീജിയണിൽ ഈ ഒരു സ്റ്റോക്ക് ഒരു ചെറിയൊരു ഡൗൺ ട്രെൻഡിലേക്ക് പോയി. വളരെ വലിയ ഡൗൺ ട്രെൻഡ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ രീതിയിൽ ഒരു കറക്ഷൻ, അല്ലെങ്കിൽ കുറച്ച് പേരൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ആയി എന്നൊക്കെ പറയാം, പുതിയ ആൾക്കാർ എൻട്രി എടുത്തു എന്ന് പറയാം. അപ്പം ഇവിടെ എന്താണ്, ഈ ഒരു റീജിയണിൽ സ്റ്റോക്ക് ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ഇവിടെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, കണ്ടോ, ഇവിടെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയും ടൈമിൽ ഈ ഒരു സ്റ്റോക്ക് ചെറിയ രീതിയിൽ ഒരു കറക്ഷനിലായിരുന്നു എന്ന് പറയാം. ഓക്കെ, അതിനുശേഷം വീണ്ടും ഈ ഒരു റീജിയണിൽ നിന്ന് ഈ ഒരു ഹൈ കട്ട് ചെയ്ത് ഇത് മുകളിലേക്ക് കയറി. അപ്പോൾ ഇവിടെ എന്താണ്, വീണ്ടും അപ് ട്രെൻഡിലേക്ക് വരികയാണ്. വീണ്ടും ഹയ്യർ ലോ, ഹയ്യർ ഹൈ, ഹയ്യർ ലോ, ഹയ്യർ ഹൈ, ഹയ്യർ ലോ, ഹയ്യർ ഹൈ. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടായി. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രെൻഡ് റിവേഴ്സ് ആകുന്ന സമയത്ത് ഇത് വീണ്ടും, നമ്മൾ ഓൾറെഡി പ്രൈമറി ട്രെൻഡ് എന്താണ്, അപ് ട്രെൻഡാണ്. അതുപോലെ തന്നെ ഈ ഒരു കറക്ഷന് ശേഷം ഇത് വീണ്ടും അപ് ട്രെൻഡിലേക്ക് വരുന്ന സിറ്റുവേഷനിൽ ഇതൊരു നല്ല ഒരു എൻട്രി പോയിൻ്റ് ആയിരുന്നു. അതായത് നമ്മൾ പ്രൈമറി ട്രെൻഡിലും അപ് ട്രെൻഡാണ്, സെക്കൻഡറി ട്രെൻഡിലും അപ് ട്രെൻഡ് ആകുന്ന ഈ ഒരു സിനാരിയോ, അതിൻ്റെ അകത്ത് എന്താണ്, നമുക്ക് പോസിബിലിറ്റി ഉണ്ട് പ്രൈമറി ട്രെൻഡിൻ്റെ കൂട്ടത്തിൽ വീണ്ടും സെക്കൻഡറി ട്രെൻഡ് നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് ട്രെൻഡും പ്രൈമറി സെക്കൻഡറി അപ് ട്രെൻഡ് ആകുന്ന സിറ്റുവേഷനിൽ നമുക്ക് എൻട്രി എടുത്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും, ഈ ഒരു സ്വിങ് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ വീണ്ടും ഈ ഒരു റീജിയണിൽ നിന്ന് വീണ്ടും ചെറിയൊരു കറക്ഷൻ ഉണ്ടായി. ഓക്കെ, ഇവിടെയും ചെറിയ ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഈ ഒരു റീജിയണിൽ ഇപ്പം നിലവിലത്തെ സിറ്റുവേഷനിൽ ചെറിയൊരു സൈഡ് വേസിലാണ് നിൽക്കുന്നത്. ഈ ഒരു സൈഡ് വേസിൽ നിന്ന് വീണ്ടും ഇത് അപ് ട്രെൻഡിലേക്ക് പോകാൻ തുടങ്ങുന്നുണ്ടോ, അപ്പം ആ ഒരു റീജിയണിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാൻ പറ്റും, എൻട്രി കിട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ സാധിക്കും. അപ്പോൾ ഡെയിലിയിലോട്ട് പോയിട്ട് നമ്മൾ എൻട്രി എടുക്കുന്നത് എങ്ങനെയാണ്, ഡെയിലിയിലോട്ട് പോയി എൻട്രി എടുക്കുന്നത് നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിലാണ് എൻട്രി എടുക്കുന്നത്. ഇപ്പം ഞാൻ ജസ്റ്റ് ലൈൻ ചാർട്ടാണ്, ജസ്റ്റ് ടൈം ഫ്രെയിം മനസ്സിലാകാൻ വേണ്ടിയാണ് പറയുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ടൈം ഫ്രെയിമും കൂട്ടി ക്യാൻഡിൽ സ്റ്റിക്കിലേക്ക് പോയി പഠിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, നമ്മൾ ആ പറഞ്ഞ ആദ്യത്തെ ആ ഒരു മൂവ് ഇവിടെ നിന്ന് നല്ല അപ് ട്രെൻഡ് ആയിരുന്നു, അതിനുശേഷം ഇവിടെ ഒരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ഈ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് വന്നിട്ട് ഈ ഒരു റീജിയണിലാണ് ഇത് അപ് ട്രെൻഡിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇങ്ങനെ ഒരു റീജിയണിൽ നമുക്കൊരു നല്ല എൻട്രി കിട്ടുന്നുണ്ടോ ഡെയിലിയിലെന്ന് നോക്കാം. അപ്പോൾ ഡെയിലിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ എൻട്രി എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വീക്കിലിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം, വീക്കിലിയിൽ ക്ലിയർ ആയതിനു ശേഷം എൻട്രി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം സ്റ്റോക്ക് പ്രൈസ് പതുക്കെ അത് മൂവ് ചെയ്ത് മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം വീണ്ടും ഈ ഒരു റീജിയണിലേക്ക് വരുമ്പോൾ എന്താണ്, ഈ ഒരു റീജിയണിൽ ചെറിയ രീതിയിൽ പ്രൈസ് താഴോട്ടാണ് വന്നത്. അതിനുശേഷം ഇത് കണ്ടോ, ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിന് ഈക്വലായിട്ട് അടുത്ത ഹൈ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ആ ഒരു ഹൈയോട് ചേർന്നാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ഇതെല്ലാം കൂടെ ചേർത്ത് ചെയ്യുമ്പോൾ എന്താണ്, ഒരു സൈഡ് വേസ് ആയിട്ടുള്ള ഒരു മൂവാണ് ഇപ്പോൾ കിട്ടുന്നത്. ഇനി ഈ ഒരു സൈഡ് വേസിൽ നിന്ന് ഇത് മുകളിലേക്ക് ഈ ഒരു ഹൈ ഒക്കെ കട്ട് ചെയ്ത്, പ്രീവിയസ് ഹൈ കട്ട് ചെയ്ത് മുകളിലേക്ക് കയറി വീണ്ടും ഹയ്യർ ലോ ഹയ്യർ ഹൈ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള സിനാരിയോയിൽ നമുക്ക് അടുത്ത എൻട്രി വരുവാണ് ഈ ഒരു സ്റ്റോക്കിൽ. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ്, പ്രൈമറി ട്രെൻഡ് ഈ ഒരു സ്റ്റോക്കിൻ്റെ അപ് ട്രെൻഡാണ്, സെക്കൻഡറി ട്രെൻഡ് ഈ ഒരു സ്റ്റോക്കിൻ്റെ അപ് ട്രെൻഡാണ്. നമുക്ക് ഈ ഒരു റീജിയണിൽ ഒരു സൈഡ് വേസ് മാർക്കറ്റിന് ശേഷം വീണ്ടും അപ് ട്രെൻഡിലേക്ക് പോകുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഒരു എൻട്രിയിലേക്ക് പോവുകയാണ്. ഓക്കെ, അതിനുശേഷം ഒരുപക്ഷെ അത് താഴോട്ട് വരാം, ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അത് മുകളിലേക്ക് തന്നെയാണ് മാർക്കറ്റ് പോകത്തുള്ളൂ എന്ന്. ബട്ട് നമുക്ക് അവിടെ പ്രോബിലിറ്റി കൂടുതലാണ് അത് മുകളിലേക്ക് പോകാനുള്ളത്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് ഉപയോഗിച്ച് നമുക്ക് പ്രൈമറി ട്രെൻഡ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, സെക്കൻഡറി ട്രെൻഡ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. രണ്ട് ട്രെൻഡും, പ്രൈമറി ട്രെൻഡ് അപ് ട്രെൻഡിലായിരിക്കുന്നത് പോലെ തന്നെ സെക്കൻഡറി ട്രെൻഡും നമ്മൾ അപ് ട്രെൻഡിലേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു സിനാരിയോയിൽ നമുക്ക് അതിൻ്റെ അകത്ത് പോയി ഒരു എൻട്രി കണ്ടെത്താൻ സാധിക്കുന്നതാണ്, ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിംസ് ഏതാണ്, വീക്കിലി ഓർ ഡെയിലി. മന്ത്ലി നമ്മൾ പ്രൈമറി ട്രെൻഡിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം വീക്കിലി അല്ലെങ്കിൽ ഡെയിലിയിൽ പോയാണ് നമ്മളൊരു എൻട്രി കണ്ടെത്തുന്നതും അതിൻ്റെ അകത്തൊരു ട്രെൻഡ് ചേഞ്ച് കണ്ടെത്തുന്നതും. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് വീക്കിലി ഡെയിലി ചാർട്ടിലാണ് നമ്മൾ ചാർട്ട് എപ്പോഴും പഠിക്കുന്നതെന്ന് മനസ്സിലാക്കുക. മന്ത്ലിയിൽ ജസ്റ്റ് അതിൻ്റെ പ്രൈമറി ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതിനുശേഷം സെക്കൻഡറി ട്രെൻഡ്
നോക്കുന്നു, അതുപോലെ തന്നെ ഡെയിലിയിൽ അല്ലെങ്കിൽ വീക്കിലിയിൽ ഒരു എൻട്രി പോയിന്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുന്നു. അവിടെയാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമുക്കൊരു എക്സാമ്പിളും കൂടി എടുത്ത് നോക്കാം. ഓക്കെ, നമ്മൾ ചോളമണ്ഡലം ഫിനാൻസ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് വീണ്ടും ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യമേ ഏത് ടൈം ഫ്രെയിമാണ് എടുത്തത്? മന്ത്ലിയിലേക്ക് ചേഞ്ച് ചെയ്തു ചാർട്ട്. അപ്പോൾ നമുക്ക് വലിയൊരു ടൈം ഫ്രെയിം കിട്ടി. അതിൻ്റെ അകത്ത് നോക്കുക, ഇവിടെ എന്താണ് സ്റ്റോക്ക്? ക്ലിയർ ആയിട്ട് അപ് ട്രെൻഡ് ആണ്. ഇവിടെ എന്താണ്? ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ ഹയർ ഹൈ ഹയർ ലോ ക്രിയേറ്റ് ചെയ്താണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അത് മനസ്സിലായി. ഇനി നമ്മൾ പ്രൈമറി ട്രെൻഡ് അപ് ട്രെൻഡ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്കിത് പോസിറ്റീവാണ് ഈ ഒരു സ്റ്റോക്ക്. ഇനി നമ്മൾ വീക്കിലിലേക്ക് പോകുന്നു. വീക്കിലിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു റീജിയണിൽ നമുക്കൊരു ഹയർ ഹൈ ഹയർ ലോ പാറ്റേൺ ആയിരുന്നു ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഹയർ ഹൈ ഹയർ ലോ, ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് പോയി. അപ്പോൾ ഇങ്ങനെയുള്ള സിനാരിയോയിൽ നമ്മൾ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ ഇതിങ്ങനെ താഴോട്ട് വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഇപ്പോഴത്തെ നിലവിലത്തെ സിറ്റുവേഷനിലും ഈ ഒരു സ്റ്റോക്ക് അപ് ട്രെൻഡിൽ തന്നെയാണ്. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഇതിൻ്റെ അകത്തൊരു എൻട്രിയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് പ്രൈമറി ട്രെൻഡും അപ് ട്രെൻഡാണ്, സെക്കൻഡറി ട്രെൻഡും അപ് ട്രെൻഡാണ്. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു സ്റ്റോക്കിൽ ഓക്കെയാണ്, നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്കിനി ഡെയിലിയിലേക്ക് പോയി നോക്കാം അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന്. മൂവ് ചെയ്തു, ഈ ഒരു റീജിയൻ വരെ അപ് ട്രെൻഡ് ആയിരുന്നു. അതിനുശേഷം ഡെയിലിയിൽ എന്താണ് സംഭവിക്കുന്നത്? ഡെയിലിയിൽ ചെറിയ രീതിയിൽ ഒരു താഴോട്ട് വരുന്നുണ്ട്, ഒരു ചെറിയൊരു കറക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പം ഇവിടെ നിന്ന് ഇത്രയും വലിയൊരു മൊമെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു കറക്ഷനും ഉണ്ടായേക്കാം. സ്റ്റോക്ക് ഒരിക്കലും സ്ട്രെയിറ്റ് ആയിട്ടല്ല സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അപ്പം ചെറിയ മൂവ്മെൻ്റ് ആണ് കിട്ടിയെങ്കിൽ ചെറിയ ഒരു കറക്ഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. അതല്ല വലിയ മൂവ്മെൻ്റ് ആണ് കിട്ടിയെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു വലിയ കറക്ഷനിലേക്ക് പോയേക്കാം. അതിനുശേഷം അടുത്ത സ്വിങ് ക്രിയേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഈ ഒരു ഡെയിലിയിൽ ഈ ഒരു ട്രെൻഡ് പതുക്കെ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്ത് ഇത് വീണ്ടും അപ് ട്രെൻഡിലേക്ക് വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്തൊരു എൻട്രി കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വീക്കിലിയിലേക്ക് പോയിട്ട് വീക്കിലിലൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു താഴോട്ട് പോരുന്നത് വീണ്ടും ഒരു ഹയർ ഹൈ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സിറ്റുവേഷനിൽ ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറേ ചാർട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേനുമാണ് നമുക്ക് ഐഡിയ കിട്ടുന്നത്. അപ്പോൾ മെയിനായിട്ട് മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? പ്രൈമറി ട്രെൻഡ് അപ് ട്രെൻഡ് ആണോ നോക്കുന്നു, വീക്കിലേക്ക് വന്നിട്ട് സെക്കൻഡറി ട്രെൻഡ് അപ് ട്രെൻഡ് ആണോ നോക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീക്കിലിൽ അല്ലെങ്കിൽ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ അതിൻ്റെ അകത്തൊരു എൻട്രി കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നു. ഓക്കെ, ഇത്രയാണ് മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് ഉപയോഗിച്ച് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കുറേ ചാർട്ട് എടുത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രൈമറി ട്രെൻഡ് എന്താണ്, അതിനുശേഷം വീക്കിലേക്ക് വന്നിട്ട് അതിൻ്റെ സെക്കൻഡറി ട്രെൻഡ് എന്താണ്, അതിൻ്റെ അകത്ത് നമ്മൾ പ്രൈമറി സെക്കൻഡറിയും അപ് ട്രെൻഡ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോക്ക് ഓക്കെയാണ്, നമ്മൾ അതിൻ്റെ അകത്തൊരു നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് നോക്കേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.